പുതുക്കിയ കീം ഫലം അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചു. 76,230 പേരാണ് യോഗ്യത നേടിയത്. യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മാറ്റമില്ല. സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഈ പുതിയ ലിസ്റ്റ് അനുസരിച്ച് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ 21 പേർ മാത്രമാണ്. നേരത്തെ ആ 100 റാങ്കിൽ 43 പേരാണ് സംസ്ഥാന സിലബസിൽ പഠിച്ചവരുണ്ടായിരുന്നത്. അത് 21ആയി കുറഞ്ഞു. ആദ്യ 100 റാങ്ക് പരിശോധിക്കുമ്പോൾ ആ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ നേരത്തെ ഉണ്ടായ റിസൾട്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിരാകരിച്ചു. അതിനുശേഷം പഴയ രീതി പ്രോസ്പെക്ടസിൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. എന്തൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ള മറ്റു വിവരങ്ങൾ? ഇനിയുള്ള നടപടികൾ കുറെ കൂടി വേഗത്തിലാകണമല്ലോ, സമയം ഇപ്പോൾ തന്നെ വൈകിയ പശ്ചാത്തലത്തിൽ. എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, കീം ഫലവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി സർക്കാരിന് തിരിച്ചടികൾ നേരിട്ടതോടെയാണ് 2011 മാനദണ്ഡ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികളോട് അനീതി കാണിക്കുന്നുവെന്നുള്ള ബോധ്യം സർക്കാരിനുണ്ട്. പക്ഷേ ആ ബോധ്യത്തിന്റെ പുറത്തും ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫോർമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയായിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ പഴയ മാനദണ്ഡ പ്രകാരമുള്ള ഫോർമുല അംഗീകരിച്ചുകൊണ്ട് നേരത്തെ സർക്കാർ ഉത്തരവ് അല്പസമയം മുമ്പ് ഇറക്കിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻട്രൻസ് കമ്മീഷണർ ഈ വർഷത്തെ കീം റാങ്ക് ലിസ്റ്റ് ഫലം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 76,230 പേരാണ് ഈ യോഗ്യത നേടിയിട്ടുള്ളത്. ഈ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയുമായി വ്യത്യാസമില്ല. സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പക്ഷേ പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച 21 പേർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ നേരത്തെ ആദ്യ 100 റാങ്ക് ലിസ്റ്റിൽ 43 പേർ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40-ലധികം വിദ്യാർത്ഥികൾ ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്കിൽ ഉൾപ്പെട്ടപ്പോൾ പഴയ ഫോർമുല വീണ്ടും അംഗീകരിക്കേണ്ടി വന്നപ്പോൾ അതിൽ വലിയ മാറ്റമുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ കീം ഫലപ്രകാരം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് ഈ തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസ് ആണ്. ജോഷുവ ജേക്കബ് തോമസിനാണ് കീം ഫലം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നത്. 2ാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു, എറണാകുളം ചെറായി സ്വദേശിയാണ് ഹരികൃഷ്ണൻ. 3ാം റാങ്ക് എമിൽ ഐബ് സക്കറിയ, ഈ തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സ്വദേശിയാണ് എമിൽ. 4ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഈ സയാൻ ആണ്. അത് തിരൂരങ്ങാടി, കോഴിക്കോട് തിരൂരങ്ങാടി സ്വദേശിയാണ്. അങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റുകളുടെ കണക്ക്. ഈ കൂടുതലും മറ്റ് സിലബസിൽ സംസ്ഥാന സിലബസിന് പുറത്തു നിന്നുള്ള കുട്ടികളാണ് ആദ്യ 100 റാങ്ക് ലിസ്റ്റിൽ കൂടുതലായും ഇടം നേടിയിട്ടുള്ളത്. അത് പ്രധാനമായും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഫോർമുല പ്രകാരം ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സിലബസിൽ നിന്നുള്ള കുട്ടികൾ പിന്നോട്ട് പോകും. അത് ഈ പ്ലസ് ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ഈ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് മാർക്ക് കൂടി ചേർത്ത് ഒപ്പം ഈ എൻട്രൻസ് ഫലത്തിന്റെ മാർക്ക് കൂടി ചേർക്കുമ്പോഴാണ് അത്തരത്തിലൊരു മാറ്റം വരുന്നത്. എന്തായാലും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ 2011 മാനദണ്ഡ പ്രകാരമുള്ള ഇപ്പോൾ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതാണ് സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് തിരിച്ചടിയായിട്ടുള്ളത്. നേരത്തെ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊക്കെ തന്നെ സർക്കാർ ഒരു ആലോചന നടത്തിയിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 14-ാം തീയതിയോടുകൂടി ഈ പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ മേൽക്കോടതിയിൽ ഇനിയും അപ്പീൽ പോയാൽ അത് പ്രവേശന നടപടികളെ സാരമായി ബാധിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഫോർമുല തുടരാൻ തന്നെ സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഒരു ദിവസം കൂടി വൈകിക്കാതെ ഇന്ന് തന്നെ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റിലാണ് ഈ പറഞ്ഞ വിശദാംശങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച 21 പേർ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ, അതായത് സർക്കാർ പരിഷ്കരിച്ച ഫോർമുല പ്രകാരം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ആദ്യ 100 റാങ്കിൽ 43 പേർ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റിൽ 21 പേർ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ.